വരാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വേറെ നല്ല കൂടോത്രമാണ്, കൂടോത്രം. അമ്മേ അമ്മ നമ്മുടെ പറമ്പിൽ ആരോ കൂടോത്രം ചെയ്ത് പോയിച്ചിട്ടൊക്കെ ഗൈസ് ആരാന്ന് നമുക്ക് അറിയത്തില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് വീട്ടിൽ പട്ടിയുണ്ട്, അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് വന്ന് കുരച്ചു. കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ കാര്യം, സാധാരണ നല്ല പാമ്പോ പട്ടീനെ പൂച്ചേനെ കാണുമ്പോഴാണ് അവൻ വേറെ കുരയ്ക്കുന്നത്. പക്ഷേ മണ്ണിൽ ഇവിടെ തന്നെ വന്ന് നോക്കി കുരച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് കുഴിച്ച് നോക്കിയത്. അവൻ കൈകൊണ്ട് ജിമ്മിൽ തന്നെ പട്ടി തന്നെ കുറച്ച് തോണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴാണ് നമ്മൾ കാണുന്നത് ഒരു മുട്ട കിടക്കുന്നത്. നോക്കിയപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ എഴുതുകയും വരയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഭാഷയൊന്നും നമുക്ക് അറിയത്തില്ല ഗൈസ്. അപ്പോൾ ഇതാരാ എന്താ ചെയ്തതെന്ന് നമുക്കറിയില്ല. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ BDF ആർമീനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ഏതെങ്കിലും BDF ആർമി ഫാൻ ഗേൾ ആരെങ്കിലും വന്നിട്ട് നമ്മുടെ വീട്ടിൽ കുഴിച്ചിട്ടിട്ട് പോയതാണോ എന്ന് അറിയത്തില്ല. ഇവർക്ക് അഡ്രസ്സ് എങ്ങനെ കിട്ടുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഗൈസ് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മുട്ട എടുത്തിട്ട് നമ്മളതൊരു ഓംലേറ്റ് ആയിട്ട് അടിച്ച് കഴിക്കാൻ പോകണം ഗൈസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. കമോൺ. സാധാരണ എനിക്ക് കുക്കിംഗ് അങ്ങനെ ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഒരു ഓംലേറ്റിന്റെ കാര്യമല്ലേ ഗൈസ്. ഇതൊരു കുക്കിംഗ് ചാനൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ പറമ്പിൽ ഏതോ ഒരു അലവലാതി വന്ന് ഇങ്ങനെ ഒരു പണി കാണിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ എടുക്കുന്നതാണ്. കുക്കിംഗ് ഇങ്ങനെ ഒട്ടും ചെയ്തിട്ടില്ല എന്നൊന്നും അല്ല കേട്ടോ. ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചധികം നാളായി അടുക്കളയിലൊന്ന് കയറിയിട്ട്. ഓക്കെ, നമുക്ക് കുറച്ച് ഞാൻ ഉപ്പും കുരുമുളകും മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. എനിക്ക് ഓംലേറ്റ് ആണെങ്കിലും ബുൾസൈ ആണെങ്കിലും എനിക്ക് അതിനകത്ത് വേറെ അധികം സ്പൈസസ് ഒന്നും വരുന്നത് വലിയ ഇഷ്ടമൊന്നുമല്ല. ഇതാണ് ടേസ്റ്റ്. ആക്ച്വലി ഇത് പറമ്പിൽ കൊണ്ട കുഴിച്ചിട്ടാണ് സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. നമ്മളിത് ഇത്ര സിമ്പിളായിട്ട് എടുക്കുമെന്നും ഇത് വെച്ചിട്ടൊരു ഓംലേറ്റ് അടിച്ച് കഴിക്കുമെന്നും ജന്മത്ത് വിചാരിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും ഇത് കൊണ്ട കുഴിച്ചിട്ട ആൾ ഉണ്ടെങ്കിൽ. എന്തായാലും താങ്ക്സ് ബ്രോ, നമുക്ക് ഫ്രീ ആയിട്ടൊരു മുട്ട കൊണ്ട് തന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും അത് എൻജോയ് ചെയ്തതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, സംഭവം എന്തായാലും റെഡി ആയിട്ടുണ്ട്. നൈസാന്ന് തോന്നുന്നു. ഞാൻ എന്തിൻ്റെ കൂടെയും കുറച്ച് സോസ് ഒഴിക്കാണ്ട് കഴിക്കത്തില്ല. അതാട്ടോ സോസ് ഇങ്ങനെ കുത്തിച്ചടിക്കുന്നത്. ഞാനൊരു 2-3 വർഷം ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാട്ടോ ഞാൻ ഈ ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് കഴിക്കാനൊക്കെ പഠിച്ചത്. സംഭവം ഭയങ്കര ഈസിയാണ്. കൂടോത്രം ചെയ്ത മുട്ടയെന്ന് കരുതി ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. സംഭവം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തത് എന്തായാലും ഒരു കുക്കിംഗ് വീഡിയോ ഒന്നും ആയിരിക്കില്ല കേട്ടോ. ഇതിങ്ങനെ ഒരു മുട്ടക്കൂടോത്രം കിട്ടിയതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.